നന്ദന്റെയും മീരയുടെയും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാ പറഞ്ഞത്. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് വലിയൊരു സംഭവമാക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിലെ തോന്നല്. ഇനിയിപ്പോ അതൊന്നും പറ്റില്ല. ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് മതി. അതല്ലേ നല്ലത്? ഞാനിതൊക്കെ കഴുകാൻ കൊടുത്തിട്ട് വരാം. ഇതൊക്കെ എടുത്തോണ്ട് താൻ അങ്ങോട്ട് പോവാ. ദേവി ഇതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ അവരെ ഏൽപ്പിച്ചാൽ മതി. അതിന് തന്നെയാ പോകുന്നേ. ഇവിടെ ദേവി അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വേറൊന്നും ആര് പറഞ്ഞാലും ചെയ്യണ്ട. അമ്മ പറഞ്ഞാലും വേണ്ടെന്നാണോ? അതെ. എന്താ അമ്മ വേറെ വല്ല ജോലിയും പറഞ്ഞോ? മീര വരുന്ന വിവരം അറിഞ്ഞല്ലോ. അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു അധിക ജോലിയും കൂടി തന്നിട്ടുണ്ട്. എന്താ? മീരയ്ക്ക് മുറി ഒരുക്കണമെന്ന്. ഭക്ഷണം, ക്ലീനിങ്, അങ്ങനെ മീരയ്ക്ക് ഇവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം. ദേവി എന്ത് പറഞ്ഞു? ഞാനെന്താ പറയേണ്ടത്? അത് പറ്റില്ലെന്ന എന്റെ മറുപടി. അതിന് കോംപ്രമൈസ് ഒന്നുമില്ല. മീരയുടെ ഓർഡറിലായിട്ട് നിൽക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല. ഞാനിവിടെ വന്നതും നിൽക്കുന്നതും എന്തിനാണെന്ന് നന്ദുവിനറിയാലോ. അതൊഴിച്ച് ഒരു ജോലിക്കും ദേവികയെ നോക്കണ്ട. പറയേണ്ടത് ഇങ്ങനെയാ. പക്ഷെ ഇതൊന്നും ഞാനിപ്പോ പറഞ്ഞില്ല. നന്ദുവിനോടൊന്ന് ആലോചിച്ചിട്ടാവാന്ന് വിചാരിച്ചു. നന്ദുവും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി ഒരിക്കൽ കൂടി അമ്മ എന്നോടിത് പറഞ്ഞ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. അതിന് വഴി വെക്കണ്ട. അല്ല, സമാധാനത്തിൽ പറയായിരുന്നു. എന്താ നന്ദു പറയുന്നേ? ഞാൻ ഈ വീട്ടിലെ ആരാ? നന്ദൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഇനിയും അതിര് വിട്ട് ആരെന്നോട് കൽപ്പിച്ചാലും തടുക്കേണ്ടതും തടയേണ്ടതും എന്റെ ഭർത്താവാ. ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വന്നവളല്ല ഞാൻ. ഭർത്താവിന്റെ അച്ഛനെ പരിചരിക്കുന്നത് അന്തസ്സായിട്ട് കാണുന്നതുകൊണ്ടാ ഈ വേഷത്തിൽ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞ് നിൽക്കുന്നവളാ ഞാൻ. ഇനിയും ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. സമാധാനത്തിന്റെ രീതി ഒരു സൈഡിലെ കാണുന്നുള്ളൂ. എങ്ങനെ പറഞ്ഞാലും മറുപടി നെഗറ്റീവ് ആകുമ്പോ അമ്മ എന്താവും ചെയ്യാന്നറിയാലോ. നന്ദു എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അതെ, ഈ തുണികൾ പെട്ടെന്നൊന്ന് കഴുകിട്ടെ. എങ്ങനെ? പറഞ്ഞത് കേട്ടില്ല? ഈ തുണികളെല്ലാം പെട്ടെന്ന് കഴുകിയിടണമെന്ന്. വേഗം വേണം. അത്രയ്ക്ക് അത്യാവശ്യമാണോ? ആണെങ്കിൽ കൊച്ചമ്മേനെ അങ്ങ് കഴുകിടേണ്ടി വരും. തുണി അലക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എന്ത് മലമറിക്കലാ നിന്റെ ഇവിടുത്തെ പണി? സാറിന് ഇത്തിരി കഞ്ഞിയും മരുന്നും കൊടുത്തിട്ട് ഫോണിൽ കുത്തിയിരിപ്പല്ല നിന്റെ പണി. ഈ പണിയൊക്കെ തന്നെ അങ്ങ് ചെയ്തോട്ടാ മതി. എന്നോട് കൽപ്പിക്കാനേ നീ ആയിട്ടില്ല. അപ്പോ ഈ തുണികൾ കഴുകാൻ നിങ്ങൾക്ക് പറ്റില്ല? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഉറപ്പാണല്ലോ? അതെ, ഉറപ്പാ. നീ എന്താടി പറഞ്ഞു പേടിപ്പിക്ക? ഇവിടെ നിന്റെ കൽപ്പന അനുസരിക്കാനല്ല ഞങ്ങൾക്ക് ഇവിടെ കൂലി തരുന്നത്.
അങ്ങനെ ഞങ്ങളെ കയറി ഭരിക്കാന്ന് കരുതും വേണ്ട നീ. സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിലേ അതങ്ങ് ചെയ്താ മതി. ഇവിടുത്തെ മേസരി ആകാനൊന്നും നീ നിക്കണ്ട. ഇവിടുത്തെ തുണികളൊക്കെ വാഷ് ചെയ്യുന്നത് മീനാക്ഷിയമ്മയാണോ? ആ അത് പക്ഷെ ഇത് മാത്രം പറ്റാത്തത് ഞാൻ പറയുന്നത് കൊണ്ടാണോ? ആ ആണെന്ന് കൂട്ടിക്കോ. എന്നാ അതൊന്ന് കാണണമല്ലോ. ഞാൻ ഇനി ഇവിടെ തന്നെ കാണും. പറയുന്ന ജോലി ചെയ്യാൻ പറ്റാത്തവരെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. ഒരുപാട് നേരം പരദൂഷണം പറച്ചിലും കുറച്ചു മാത്രം പണിയുമായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോന്ന് നോക്കി വെക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇപ്പൊ ഈ പണി ചെയ്തില്ലെങ്കിൽ നാളെ മുതല് ഇവിടുത്തെ പണിക്ക് വേണ്ടി മീനാക്ഷിയമ്മ ഈ ചന്ദ്രത്തെ പടി ചവിട്ടില്ല. സൗകര്യം ഉണ്ടെങ്കിൽ പിടിക്ക്. ഈ സൗകര്യമുണ്ട്, പിടിച്ചു. എടി കണ്ടില്ലേ, ഇത് നിനക്കൂടെയുള്ള കൊട്ട. നിക്കണേ അവിടെ. ഈ ചന്ദ്രോത്ത് തറവായിട്ട് പാർക്കിൽ നിൽക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറെ ആയി. എന്നെ സഹായിക്കാൻ ഇഷ്ടമുള്ള ആളെ വെച്ചോളാൻ പറഞ്ഞിട്ടാ ഇവളെ ഞാൻ ഇവിടെ പണിക്ക് നിർത്തിയിരിക്കുന്നത്. നിന്റെ ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിലേ നീ ഇവളെ പറഞ്ഞു വിടോടി. അത്രയ്ക്കുള്ള ചങ്കുറ്റി നിൽക്കണ്ടോ? എങ്കിലും എനിക്കതൊന്ന് കാണണല്ലോ. മീനാക്ഷി തിരിച്ചു കൊടുക്കടി. വേണോ? നിന്റെ ആണോ കൊടുക്കാൻ പറഞ്ഞേ? ഞാനിവിടെ വന്നത് എന്തിനാണെന്നും നിൽക്കുന്നത് എന്ത് അധികാരത്തിന്റെ ബലത്തിലാണെന്നും രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജോലിക്ക് തടസ്സമായിട്ട് ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. രണ്ടുപേരും വിവരം അറിയും. നിലമറന്ന് കളിച്ച കാളത്തിന് പുറത്ത് നിൽക്കേണ്ടി വരും രണ്ടുപേരും. നീ വെറുതെ ഒച്ച വെക്കണ്ട. പഴയതുപോലെ എന്നോട് പെരുമാറാൻ വന്നാ വിവരം അറിയും. മുമ്പ് നിങ്ങളുടെ ആട്ടും തുപ്പ് സഹിച്ച് ഇവിടെ നാവ് വിഴുങ്ങി പോയവളെ പോലെ ജീവിച്ച ദേവികയല്ല ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്. അതിടയ്ക്കിടയ്ക്കൊന്ന് സ്വയം ഓർമ്മിപ്പിക്കണം. അതല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. അതിനൊരു മയവും കാണില്ല. അതോർത്ത് പെരുമാറിയ രണ്ടുപേർക്കും കൊള്ളാം. എന്റെ അമ്മോ, ഇടേ എന്താ നമ്മളീ കേട്ടത്? അവള് നമ്മളെ ഇവിടെ ഇട്ട് മൂക്കുകൊണ്ട് ഇച്ഛാ വരപ്പിക്കൂന്നല്ലേ? അല്ലേ? എനിക്ക് വയ്യ. ഇനി ഇവക്കടെ തല്ലും കൊണ്ട് ഇവിടെ പണിക്ക് നിൽക്കാൻ. വേറെ എവിടെയെങ്കിലും നിന്നെ വേലയ്ക്ക് നിർത്തുവോ? ഇല്ല, അതിത്തിരി പ്രയാസ. പട്ടിണി കിടന്ന് ഞാൻ ചാവും. എന്നാലും ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാനും ഇങ്ങോട്ട് വരത്തില്ല. നീ പട്ടിണി കിടക്കണ്ട, ഇവിടുത്തെ പണി വേണ്ടെന്ന് വെക്കണ്ട. ആ അതെ, ഇവക്കടെ അഹങ്കാരം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം. പക്ഷെ അതിത്തിരി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അവക്ക് നല്ല ധൈര്യമുണ്ട്. അവള് സാറിന്റെ മോള് തന്നെയാ. അവളെ ആർക്കും കേറി അങ്ങ് എളുപ്പം മുട്ടാൻ കഴിയില്ലെന്ന് അവക്ക് നല്ല ഉറപ്പുണ്ട്. അതെ, അത് തന്നെ അവളുടെ ഈ മാറ്റത്തിന്റെ കാരണം. എന്ന് വെച്ചേ ഇന്ന് മുതൽ ചന്ദ്രോത്ത് പ്രഭകുഞ്ചിന്റെ മേലിലാവോ അവള്? അതില്ല, അതവക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതിങ്ങനെ മൂത്ത അവള് നമ്മളെയൊക്കെ ചവിട്ടി പുറത്താക്കും. മാഡത്തിനോട് പറഞ്ഞ് ഈ പ്രശ്നം ഇപ്പൊ തന്നെ ഒരു തീർപ്പാക്കണം. ചെല്ലടി, ചന്ദ്രോത്തെ തറവാടിന്റെ അധികാരം അവക്ക് കൈമാറിയിട്ടുണ്ടോന്ന് ചോദിക്കേ. എന്താ നിനക്ക് പേടിയാണോ? എനിക്കോ? എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതേ പ്രഭകുഞ്ഞ. വേറെ ആർക്കുവേ അതിന്റെ മുകളിൽ അധികാരം ഇല്ല. അത് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തോളാം. ഭാർഗവിയുടെ കളി. എന്നാ പിന്നെ ഇതിവിടെ കിടക്കട്ടെ. എന്തുപറ്റി? കുഞ്ഞെന്നെ ഈ വീട്ടിലൊരു വേലക്കാരിയായിട്ടാണോ കാണുന്നത്? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം?
നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വന്ന കാലം മുഴുവൻ എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാ കുഞ്ഞും ഈ വീട്ടിലെല്ലാവരും കാണാറ്. എന്റെ മക്കളെ പോലും ഈ വീട്ടിലുള്ളവരെ പോലെയാ നിങ്ങൾ സ്നേഹിക്കുന്നത്. എനിക്ക് ചന്ദ്രൂത്ത് വീട് കഴിഞ്ഞേ ഉള്ളൂ. എന്തും ഇന്നേ വരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ എന്തുണ്ടായെന്നാ നീ പറയുന്നേ? സാറിനെ നോക്കാൻ വന്നതാ. പറയുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ദേവികയുടെ കാര്യമാണോ നീ പറഞ്ഞു വരുന്നേ? വേറെ ആരും ഈ വീട്ടിൽ എന്റെ മനസ്സ് നോവിക്കുന്ന വിധം പെരുമാറാറില്ല. അവൾ എന്തു പറഞ്ഞു? വന്നപ്പോ മുതൽ അടിമകളോട് പെരുമാറുന്ന പോലെ ഞങ്ങളോട്. എന്ത് ചെയ്താലും കുറ്റം, തിരിച്ചൊന്നും പറയില്ലെന്നുള്ള അഹങ്കാരം അവക്ക്. എന്താ നിനക്ക് തിരിച്ചു പറഞ്ഞ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചാൽ അതിന് ചുട്ടം മറുപടി പറയണം. അതിനി എന്റെ അനുവാദം വേണോ? അവളുടെ കാര്യത്തിൽ ഇടപെട്ട് പോരുതെന്നും മോശമായിട്ട് സംസാരിക്കരുതെന്നും കുഞ്ഞെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അപമാനിച്ചാലും കമാന്നൊരക്ഷരം ഞാൻ തിരിച്ചു പറയാറില്ല. ഇപ്പൊ അവള് പ്രഭകുഞ്ഞിനേക്കാൾ അധികാരത്തില ഞങ്ങളോട് ഓരോന്നൊക്കെ കൽപ്പിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു അധികാരം ആരെങ്കിലും അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? ചന്ദ്രോത്ത് തറവാടിന്റെ ഭരണം അവളുടെ കയ്യിലായ മട്ടിലാ പെരുമാറ്റം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെ അനാവശ്യമാ ഭാർഗവി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ആരും കയറി ആരെയും ഭരിക്കണ്ട, ഭരിക്കില്ല. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞിന് തെറ്റ് കണ്ട എന്നെ എന്തും പറയാം, വേണമെങ്കിൽ തല്ലാം, ഇറക്കി വിടുകയും ചെയ്യാം. പക്ഷെ ഇവിടെ എന്റെ കീഴിൽ വീട്ടുവേലയ്ക്ക് നിന്നവളവള്. ഇങ്ങനൊരു ഭാഗ്യമുണ്ടായി. ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടിയപ്പോ അത് മുതലാക്ക അവള്. ഞാൻ ഈ പറഞ്ഞതൊന്നല്ല, എന്നെ പറയാൻ തുടങ്ങിയ ഒരു ദിവസം വേണ്ടി വരും. കുഞ്ഞ് സൂക്ഷിക്കണം. ഈ തറവാടിന്റെ മുക്കും മൂലയും അവളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള പരിപാടിയാ. ഇവിടെ ഇപ്പോ അവളുടെ ഭരണാണെന്നാ മീനാക്ഷി പറയണത്. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഭാർഗവി പൊയ്ക്കോ, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇവിടെ ജോലി ചെയ്യുന്നവരോട് തട്ടിക്കേറാൻ നിനക്കെന്താ അധികാരം? അടുക്കളപ്പണിക്ക് വരുന്നവരുടെ മുമ്പില് കൊച്ചമ്മ ചമയാനാണോ നീ ഇവിടെ നിൽക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അവരോട് അങ്ങനെയൊക്കെ പറയാൻ നീ ഈ വീട്ടിൽ ആരാ? എനിക്കിവിടെ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ലെന്നറിയാം. പറഞ്ഞതൊന്നും എനിക്ക് വേണ്ടിയല്ല. സാറിന്റെ ആവശ്യങ്ങൾ പറയുമ്പോ അതിനൊരു സീരിയസ്നെസ് കാണിക്കാത്തതുകൊണ്ടാ എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഏത് കാര്യത്തിലായാലും അവരെ മര്യാദ പഠിപ്പിക്കാൻ നോക്കണ്ട നീ. അവരെ പോലെ തന്നെ ഒരു വേലക്കാരി മാത്രമാണ് നീ. അവരെക്കാളും ഒട്ടും മുകളിലല്ല നിന്റെ സ്ഥാനം. പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ എന്റെ ജോലി എനിക്ക് ഒരു കുറവും കൂടാതെ ചെയ്യണം. ആ കാര്യത്തില് എനിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും തടസ്സം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും എനിക്കിത് പറയേണ്ടി വരും. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും വീഴ്ച വന്നാ ആന്റി എന്താ ചെയ്യാ?
മനഃപൂർവ്വം അല്ലാതെ ചെയ്ത ഒരു തെറ്റിന് എന്റെ മുഖത്തടിച്ചില്ലേ? ഇല്ലേ? ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ. ഞാൻ മര്യാദ വിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. ചെയ്ത തെറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടല്ല അവരത് ആന്റിയോട് പറഞ്ഞത്. പെരുപ്പിച്ച് കാണിച്ച് എന്നെ വഴക്ക് കേൾപ്പിക്കാനാ അവരുടെ നോട്ടം. ആന്റിയും അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. ഇവിടെ ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണമെന്ന് എനിക്കറിയാം. ഭാർഗവിയെയും മീനാക്ഷിയെയും പോലെ ചന്ദ്രോത്ത് ഒരു ജോലിക്കാരി നീയും അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വളരാനാണ് മോഹമെങ്കിൽ അതിപ്പോഴേ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കണം. നിന്റെ മോഹമൊന്നും ഇവിടെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായടി? ഇവിടെ ഉള്ളവരെ ഭരിക്കാൻ അവൾക്ക് നീയാണോ സ്വാതന്ത്ര്യം കൊടുത്തത്? സിദ്ധുവിന്റെ പേരും പറഞ്ഞ് നീ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പറയടാ. എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവിടെ എന്താ സംഭവിച്ചത്? വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കണ്ട നീ. അവൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത് ഒന്നും നിനക്കറിയില്ലേ? അതല്ല ഞാൻ അമ്മയോട് ചോദിച്ചത്. കുറെ നാള് മുമ്പ് അവൾ ഇവിടുത്തെ അടുക്കളപ്പണിക്ക് വന്നിരുന്നു. കുറച്ചു ദിവസം ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടേക്ക് വന്നത് വേറൊരാളായിട്ടാ. സിദ്ധുവിന്റെ പേരും പറഞ്ഞ് ഇന്നവള് ഭാർഗവിയോട് തട്ടിക്കയറി. പ്രായത്തിന്റെ ബഹുമാനം പോലും കൊടുക്കാതെ അവരെ അവൾ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുക. എന്താ അതിന്റെ ഒക്കെ അർത്ഥം? ഇതുവരെ കാണാത്തൊരു ഭാവമാറ്റം എന്തിന്റെ തുടക്കമാണെന്നാ ഞാൻ ചോദിക്കുന്നത്. ഭാർഗവി ആന്റി മോശമൊന്നുമല്ലല്ലോ. വല്ല തട്ടുമുട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തതിന്റെ പലിശയായിട്ട് വരവ് വെച്ചാ മതി. ഓഹോ, അപ്പോ അവള് പകരം വീട്ടാൻ ഇറങ്ങിയിരിക്ക. നീയും കൂടെ അറിഞ്ഞിട്ടുള്ള നീക്കമാണോ ഇത്? ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതാ. ജീവിതമല്ലേ, ചെയ്തതിനൊക്കെയുള്ള സമ്മാനം വാങ്ങിയിട്ടേ ഇവിടുന്ന് മടങ്ങാൻ പറ്റൂ. അച്ഛന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിക്കാണും. അപ്പൊ പിന്നെ ദേവിക്ക് കാര്യം പറഞ്ഞില്ലേ പറ്റൂ. അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ എന്നോട് പറയണം. അവൾക്കും ഭാർഗവിക്കും ശമ്പളം കൊടുക്കുന്നത് ഞാനാ. അവരോട് തട്ടിക്കയറാനും ഭീഷണിപ്പെടുത്താനും അവൾക്കെന്താ അവകാശം? ഭാർഗവിയെ പോലെ തന്നെ ഒരു സെർവന്റ് മാത്രമാണ് ഇവിടെ ദേവിക. അല്ല, അവള് ഭാർഗവി ആന്റിയെ പോലെ ഇവിടെ വീട്ടുജോലിക്ക് വന്നതൊന്നുമല്ല. അവള് ചന്ദ്രോത്ത് സർവന്റ് അല്ലെന്ന് അമ്മ ആദ്യം മനസ്സിലാക്കണം. അവള് ചെയ്യുന്ന ജോലിക്ക് ഇവിടുത്തെ സെർവന്റിന്റെ സഹായം വേണ്ടി വരും. അത് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞു വരും. അമ്മ അത് അത്രയ്ക്ക് വലിയ ഇഷ്യൂ ആക്കുന്നത് എന്തിനാ? എന്താ ഇവിടെ പ്രശ്നം? എന്തു പറ്റി? ദേവിക ഭാർഗവി ആന്റിയോട് എന്തോ പറഞ്ഞു എന്ന് അമ്മ പറയുന്നത്. ഓ, ദേവിക്ക് അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഭാർഗവി ആന്റി കൊള്ളാവുന്നൊരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും. അമ്മയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭാർഗവി ആന്റി കരഞ്ഞു വന്ന് ഇരട്ടിയാക്കി പറഞ്ഞത് വിശ്വസിച്ചിട്ടാ ഈ പറയുന്നൊക്കെ. അമ്മ എന്താ ദേവികയുടെ സൈഡ് കണക്കിലെടുക്കാത്തെ? നിർത്തടാ. നീ ആരുടെയും സൈഡ് എനിക്ക് പറഞ്ഞു തന്ന് ബുദ്ധിമുട്ടണ്ട. ഭാർഗവിയെ എനിക്കറിയാം. കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും ദേവികയും എനിക്കറിയാം. എന്നോട് പോലും തർക്കിച്ചു നിൽക്കാനും എന്നെ ധിക്കരിച്ച് പെരുമാറാനുള്ള ധൈര്യം അവൾക്ക് കിട്ടിയത് എവിടുന്നാണെന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ചെയ്തത് ആരായാലും അതിന്റെ ഉദ്ദേശം എന്റെ മുഖത്ത് നോക്കി പറയണം. അവളെ മുൻനിർത്തി ഒളിയുദ്ധം നടത്തുന്നത് ആണിനും പെണ്ണിനും ചേർന്ന പണിയല്ല. മനസ്സിലായോ നിനക്ക്?
അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്നൊരു നേച്ചർ അവളുടേത്. ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയെന്ന് വെച്ച് ഇത്ര വലിയ പ്രശ്നമാക്കണോ? നിർത്തി. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അതുകൊണ്ട് തന്നെ ഇവിടെ ആര് എങ്ങനെയൊക്കെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന് ആരുടെയും ഉപദേശവും അഭിപ്രായവും ഒന്നും എനിക്കാവശ്യമില്ല. അവരവരുടെ കാര്യം നോക്കി നിന്ന രണ്ടുപേർക്കും കൊള്ളാം. മനസ്സിലായല്ലോ? ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഇഷ്ടമില്ലാത്ത അച്ഛൻ ചെയ്യുന്നതെല്ലാം കുറ്റമെന്ന് പറയുന്ന പോലെയാ. ദേവിക വഴക്ക് പറയാൻ ഒരു കാരണം നോക്കി നടക്കുന്ന പോലെയാ. അവര് തമ്മിൽ എന്താ നിനക്കറിയോ? എനിക്കറിയില്ല. അവർ തമ്മിൽ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ബദ്ധ ശത്രുക്കളായിരുന്നിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. പണ്ട് അമ്മയും ഭാർഗവേന്റെയും ഒക്കെ എന്ത് പറഞ്ഞാലും തല്ലിയാലും ദേവിക കരഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് അവൾ അങ്ങനെ ആവില്ല. കൊടുക്കുന്നതിന് കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയിരിക്കും. നീ കണ്ടോടാ, പ്രഭക്കുഞ്ഞ് അവളെ ചന്ദ്രോത്ത് അധിക കാലമൊന്നും വെച്ച് പൊറിപ്പിക്കില്ല. ആഹാ, ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രോത്ത് കാല് ഒത്തിക്കില്ലെന്നല്ലേ? ഇപ്പൊ എന്തു പറ്റി? ദേവിക അവിടെ ഉണ്ടല്ലോ. അത് വലിയ ജയായിട്ടൊന്നും നീ കരുതണ്ടടാ. സാറ് അതൊക്കെ ഒരു ആവശ്യമായി പോയി. അല്ലെങ്കിൽ അവൾക്ക് ഇത് സ്വപ്നം കാണാൻ പറ്റുമോ? വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ചന്ദ്രത്തെ കൊച്ചമ്മയാണ് അവളുടെ വിചാരം. വിചാരിക്കുന്ന എന്തിനാ? അത് അങ്ങനെ തന്നെ അല്ലേ? അതവളുടെ മനസ്സിലായിരിക്കൂ. നീ മുക്കിന് അത് വിളിച്ചു പറയും. വേറെ ആരും അത് കണക്കിലെടുക്കല്ലടാ. അതാരും അംഗീകരിക്കാനും പോണില്ല. പരുവത്തിന് അവളെ കിട്ടിയില്ല. കിട്ടിയാലേ മുഖം ഞാൻ നടക്കല്ല് വെച്ച് ഉരച്ചേനെ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. പറഞ്ഞു എന്നല്ല, ഞാൻ ചെയ്യും.